ഒരു ചെറിയ സമയപരിധിക്കുള്ളിൽ ഫിലാറ്റലിക് ലോകത്തിൽ സ്വന്തം പേര് സ്വർണലിപികളിൽ പതിപ്പിച്ച ഒരു ചെറിയ നാട്ടുരാജ്യമായിരുന്നു ബഹാവൽപൂർ. ബഹാവൽപൂർ നാട്ടുരാജ്യത്തിന്റെ മനോഹരമായ ഫിലാറ്റലിക് പൈതൃകത്തിലേക്കുള്ള ഒരു എത്തിനോട്ടമാകുന്നു ഈ വീഡിയോ സീരീസ്. ഇന്നത്തെ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഒരു വലിയ നഗരമാകുന്നു ബഹാവൽപൂർ. മുൻപ് ഇത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ സമ്പന്നമായ ഒരു നാട്ടുരാജ്യമായിരുന്നു. 1746-ൽ നവാബ് അമീർ മുഹമ്മദ് ബഹാവൽ ഖാൻ അബ്ബാസി സുത്ലജ് നദിയിൽ നിന്ന് 3 മൈൽ അകലത്തിലായി ഒരു പുതിയ നഗരം സ്ഥാപിച്ചു. പുതിയതായി നിർമ്മിച്ച ഈ നഗരം അദ്ദേഹം തന്റെ തലസ്ഥാനമാക്കുകയും അത് സംരക്ഷിക്കുന്നതിനായി ചുറ്റും ഇഷ്ടികയും ചെളിയും ഉപയോഗിച്ച് 4 മൈൽ ചുറ്റളവുള്ള ഒരു കോട്ടമതിലും പണിയിച്ചു. ഈ മനോഹര നഗരത്തിന് അദ്ദേഹം ബഹാവൽപൂർ എന്ന് പേരിട്ടു. അദ്ദേഹത്തിന്റെ അധീനതയിലുള്ള പ്രദേശങ്ങൾ ബഹാവൽപൂർ രാജ്യമെന്ന് അറിയപ്പെട്ടു. ദൗദ് പുത്ര ഗോത്രത്തിൽപ്പെട്ട ബഹാവൽപൂർ രാജവംശം അബ്ബാസിദ് ഖലീഫമാരുടെ പിൻഗാമികളാകുന്നു. അതുകൊണ്ട് തന്നെ അവർ സ്വന്തം പേരിന്റെ കൂടെ അബ്ബാസി എന്ന വാക്കുകൂടി ചേർക്കുന്നു. ആദ്യകാലത്ത് രാജ്യം അഫ്ഗാൻ ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു. പിന്നീട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി കരാറിലേർപ്പെട്ട് അവരുടെ സഖ്യകക്ഷിയായി. ആംഗ്ലോ അഫ്ഗാൻ യുദ്ധങ്ങളിൽ ബഹാവൽപൂർ ബ്രിട്ടീഷ് പക്ഷത്തെ സഹായിച്ചു. 1847-ൽ മുൾട്ടാൻ പിടിച്ചെടുക്കുന്നതിനായി കമ്പനി നടത്തിയ യുദ്ധത്തിൽ സജീവമായി പങ്കെടുത്തു. 2 ലോകമഹായുദ്ധങ്ങളിലും ബ്രിട്ടീഷ് പക്ഷത്ത് പ്രവർത്തിച്ചു. ബഹാവൽപൂർ നവാബിനെ 17 ഗൺ സല്യൂട്ട് നൽകിയാണ് ബ്രിട്ടീഷ് സർക്കാർ ആദരിച്ചിരുന്നത്. 1947 വരെ ബഹാവൽപൂർ ഇന്ത്യയിലെ ഒരു നാട്ടുരാജ്യമായിരുന്നു. ഓഗസ്റ്റ് 15, 1947-ൽ ഒരു സ്വതന്ത്ര രാജ്യമായി. 1947 ഒക്ടോബർ 9 ബഹാവൽപൂർ പാകിസ്ഥാൻ ഡൊമീനിയനിൽ ചേർന്ന് പാകിസ്ഥാനിലെ ഒരു നാട്ടുരാജ്യമായി. തുടർന്ന് 1955 ഒക്ടോബർ 14 വെസ്റ്റ് പാകിസ്ഥാൻ പ്രവിശ്യയിൽ ലയിച്ചു ചേർന്നു. ആദ്യകാലത്ത് ബഹാവൽപൂർ ഭരണകൂടം തപാൽ സ്റ്റാമ്പുകൾ ഇറക്കിയിരുന്നില്ല. 1854-ൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പോസ്റ്റ് ഓഫീസ് ബഹാവൽപൂരിൽ പ്രവർത്തനം തുടങ്ങി. 1878-ലെ ഒരു തപാൽ ഉടമ്പടി പ്രകാരം ബഹാവൽപൂർ ഭരണകൂടം ബ്രിട്ടീഷ് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിന് വർഷം തോറും 6000 രൂപ വീതം നൽകുകയും അതിന് പകരമായി സംസ്ഥാനത്തിലെ എല്ലാ തപാൽ സംവിധാനങ്ങളും ബ്രിട്ടീഷ് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഏറ്റെടുത്ത് നടത്തുകയും ചെയ്തിരുന്നു. ബഹാവൽപൂർ സർക്കാർ വകുപ്പുകളിൽ നിന്നുള്ള തപാൽ സ്റ്റാമ്പ് ഒട്ടിക്കാതെ തന്നെ സംസ്ഥാനാതിർത്തിക്കുള്ളിൽ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിലൂടെ വിതരണം ചെയ്തിരുന്നു. വർഷം തോറും ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് 1300 രൂപയുടെ ഇന്ത്യൻ സർവീസ് പോസ്റ്റേജ് സ്റ്റാമ്പുകൾ ബഹാവൽപൂർ ഭരണകൂടത്തിന് സൗജന്യമായി നൽകിയിരുന്നു. ബഹാവൽപൂർ സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ നിന്ന് സംസ്ഥാനാതിർത്തിക്ക് പുറത്തുള്ള വിലാസങ്ങളിലേക്കുള്ള തപാലിൽ ഇവ ഒട്ടിക്കണമായിരുന്നു. ലോകത്തെവിടെ നിന്നും ബഹാവൽപൂരിലുള്ള ഒരു വിലാസത്തിലേക്ക് ഈ സംവിധാനത്തിലൂടെ തപാൽ ലഭിക്കുമായിരുന്നു. ബഹാവൽപൂർ രാജ്യത്തിന്റെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന നവാബ് സാദിഖ് മുഹമ്മദ് ഖാൻ അബ്ബാസി അഞ്ചാമൻ ഒരു ഫിലാറ്റലിസ്റ്റ് കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഫിലാറ്റലിക് താൽപര്യങ്ങൾ കാരണം ബഹാവൽപൂർ സംസ്ഥാനം 1933-ൽ ആദ്യത്തെ സെറ്റ് സ്റ്റാമ്പുകൾ പ്രിന്റ് ചെയ്തു. സംസ്ഥാനാതിർത്തിക്കുള്ളിൽ തപാൽ സ്റ്റാമ്പുകളായിട്ട് ഉപയോഗിക്കുവാൻ ഉദ്ദേശിച്ച് പ്രിന്റ് ചെയ്ത ഇവ പക്ഷെ ബ്രിട്ടീഷ് മേൽക്കോയ്മയിൽ നിന്ന് അത്തരം ഉപയോഗത്തിനുള്ള അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് റവന്യൂ സ്റ്റാമ്പുകളായി ഉപയോഗപ്പെടുത്തേണ്ടി വന്നു. ജനുവരി 1, 1945 മുതൽ സർവീസ് സ്റ്റാമ്പുകൾ, അതായത് ഒഫീഷ്യൽ സ്റ്റാമ്പുകൾ നടപ്പിൽ വരുത്തുന്നതിനുള്ള അനുമതി ബഹാവൽപൂർ ഭരണകൂടം നേടിയെടുത്തു. തുടർന്ന് 1933-34 കാലഘട്ടത്തിൽ വാട്ടർമാർക്ക് ഇല്ലാത്ത കടലാസിൽ പ്രിന്റ് ചെയ്ത് റവന്യൂ സ്റ്റാമ്പുകളായി ഉപയോഗപ്പെടുത്തിയവയിലെ സചിത്ര ഡിസൈനുകൾ ചന്ദ്രക്കലയും നക്ഷത്രവും വാട്ടർമാർക്ക് ഉള്ള കടലാസിൽ പ്രിന്റ് ചെയ്ത് സർവീസ് സ്റ്റാമ്പുകൾ ആയി ഇറക്കി. എന്നാൽ ലണ്ടനിലുള്ള DLRU ആൻഡ് കമ്പനി ഇവ പ്രിന്റ് ചെയ്ത് ബഹാവൽപൂരിൽ എത്തിച്ചത് ഫെബ്രുവരി പകുതിയോടെയായിരുന്നു. തുടർന്ന് മാർച്ച് 1 അവ നടപ്പിൽ വരുത്തി. ഓഗസ്റ്റ് 15, 1947-ൽ ബഹാവൽപൂർ സ്വതന്ത്ര രാജ്യമായി. തുടർന്ന് ജോർജ് 6-ന്റെ തലയോട് കൂടിയ ഇന്ത്യൻ സ്റ്റാമ്പുകളുടെ മുകളിൽ ഓവർ പ്രിന്റ് ചെയ്ത് ബഹാവൽപൂരിന്റെ താൽക്കാലിക സിവിൽ പോസ്റ്റേജ് സ്റ്റാമ്പുകളായി ഉപയോഗപ്പെടുത്തി. ഒക്ടോബറിൽ പാകിസ്ഥാൻ ഡൊമീനിയനിൽ ചേർന്നതിനെ തുടർന്ന് അവ പിൻവലിച്ചു. ഡിസംബർ 1 ബഹാവൽപൂരിന്റെ ആദ്യത്തെ സിവിൽ പോസ്റ്റേജ് സ്റ്റാമ്പ് ഡിസൈൻ പുറത്തിറക്കി. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ബഹാവൽപൂരിന്റെ സമ്പന്നമായ പൈതൃകം അനാവരണം ചെയ്യുന്ന അനേക സ്റ്റാമ്പുകൾ പുറത്തിറക്കാൻ ഒരു ഫിലാറ്റലിസ്റ്റ് കൂടിയായ നവാബിന് സാധിച്ചു. 1949-ൽ ബഹാവൽപൂർ അവസാനത്തെ സെറ്റ് പോസ്റ്റേജ് സ്റ്റാമ്പുകൾ പുറത്തിറക്കി. അവയ്ക്ക് 1950 അവസാനം വരെ സാധുതയുണ്ടായിരുന്നു. അങ്ങനെ ബഹാവൽപൂരിന്റെ മഹത്തായ ഫിലാറ്റലിക് ചരിത്രം അവിടെ അവസാനിച്ചു.